നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ അമൃത്സർ സുവർണക്ഷേത്രത്തിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായി കുറവുണ്ടായിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനംപ്രതി 1 ലക്ഷത്തോളം ആളുകൾ എത്തുന്ന ഈ സുവർണക്ഷേത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരക്കൊഴിഞ്ഞ നിലയിലാണ്. 1971 ശേഷം ആദ്യമായിട്ടാണ് സുവർണക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും വിളക്കുകൾ കെടുത്തിയത്. ക്ഷേത്രത്തിൽ പലയിടങ്ങളിൽ ആന്റി റെയ്ഡ് ഫോഴ്സ് ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുബഷപ്പി അക്ബറും ഷഫീഖ് കരുളായും സുവർണക്ഷേത്രത്തിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് കാണാം, മുബഷീർ എനിക്കൊന്ന് സുവർണക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ആ സുവർണക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. മുബഷീർ, അതൊരു വലിയ സംഭവമാണ്. 54 വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് നമ്മുടെ സിഖ് ക്ഷേത്രമായ ഗുരുദ്വാരയായ ഈ സുവർണക്ഷേത്രത്തിൽ വിളക്കുകൾ അണയ്ക്കുന്നത് എന്നുള്ളതാണ്. 1971 ഇതിനു മുമ്പ് സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ അണച്ചത്. കാരണം അവരാദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ഇതേപോലുള്ള റിലീജിയസ് സൈറ്റുകളായിരിക്കും. കാര്യം നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുക, കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പൂഞ്ചിലെ ഗുരുദ്വാരയാണ് അവരാദ്യം ആക്രമിച്ചത്. അപ്പോൾ സുവർണക്ഷേത്രത്തിലെ ലൈറ്റുകൾ അണച്ച് ഇന്നലെ കൂടുതൽ നമ്മൾ പ്രതിരോധിച്ചു. നമുക്കിപ്പം മുബഷീറുണ്ട്, ഒപ്പം ഷഫീഖ് കേരളായുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാട്ടിക്കൊടുക്കാം. മുബഷീർ, സുവർണക്ഷേത്രത്തിനുള്ളിൽ പോയോ? സുവർണക്ഷേത്രത്തിനുള്ളിൽ സന്ദർശനം നടത്തി അവിടെ നിന്ന് ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തി. അതിനുള്ളിൽ നിന്നുകൊണ്ട് ലൈവ് ടെലികാസ്റ്റും സാധിക്കില്ല. അതിൻ്റെ നടത്തിപ്പുകാർ അങ്ങനെയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടൊരു ഡിവൈൻ ഹോളി ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ സന്ദർശകരുടെ ഗണ്യമായിട്ടുള്ളൊരു കുറവ് സുവർണക്ഷേത്രത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നടത്തിപ്പുകാർ നമ്മളോട് പങ്കുവച്ചിരുന്നത്. സുവർണക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവർ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട പഞ്ചാബിലെ ഇടം കൂടിയാണ് സുവർണക്ഷേത്രം എന്നുള്ളത്. ആ സമയത്തൊക്കെ തന്നെ ഇവിടെ സുരക്ഷ വർദ്ധിപ്പിക്കാറുണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. പുതിയ പശ്ചാത്തലത്തിൽ ഈ പഹൽഗാം അറ്റാക്കിന് തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥർ ഈ ഒരു മേഖലയിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. സൈനിക ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ പ്രത്യേകമായി വിന്യസിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഒരു ഒഴുക്കും ഇങ്ങോട്ടേക്ക് കുറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നടത്തിപ്പുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിയന്ത്രണങ്ങൾ കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ വീണ്ടും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ പ്രത്യേകമായിട്ടുള്ളൊരു ദിവസമാണ്. അതിൻ്റെ ഒരു ആചാര കർമ്മങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള നിരവധി ആളുകൾ, ഈ പ്രദേശ മേഖലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, 1971 ശേഷം ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ പൂർണ്ണമായിട്ടും അണച്ചിരുന്നത്. ഇതിനു മുൻപൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ സുരക്ഷാ ഭീഷണിയും അത്തരത്തിലുള്ള പല ഭീഷണി സന്ദേശങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ വിളക്കുകൾ അണക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മുൻപുണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. രാത്രിയിലാണ് സുവർണക്ഷേത്രത്തിൻ്റെ അത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാറുള്ളത്. പല മേഖലകളിൽ അതിൻ്റെ വിളക്കുകളൊക്കെ തന്നെ തെളിയിച്ചുകൊണ്ട് ഈ വിസിറ്റേഴ്സ് ഈ ഒരു മേഖലയിലൂടെ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ അത്രത്തോളം മനോഹരമാണ്, വിശുദ്ധമായിരുന്നു. പക്ഷേ സുരക്ഷയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം വിളക്കുകൾ പൂർണ്ണമായിട്ടും അണച്ചിരുന്നു. ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. പഞ്ചാബിനെ സംബന്ധിച്ച് അതിർത്തി പങ്കിടുന്ന ഏകദേശം 560 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ കിടക്കുന്ന അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഗുർദാസ്പൂർ, അമൃത്സർ, ബതിൻഡ, പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസവും അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഒരു മേഖലയിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങളും അറിയിച്ചിരുന്നത്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ്. നിരവധി ആളുകളൊക്കെ തന്നെ ഇപ്പോഴും സുവർണക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മക്കളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നിലയിൽ തന്നെ കാലാവസ്ഥ ചൂട് തന്നെയാണ്. കേരളത്തിന് സമാനമായിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു മേഖലയിലുള്ളത്. അത്രയധികം തണുപ്പൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തലമറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായും ഇപ്പോൾ പൂർണ്ണമായും തലമറച്ചുകൊണ്ട് ഇവിടെയുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്ന അരുൺകുമാർ. ഇക്കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ തന്നെ വലിയ അനുഭവങ്ങളാണ് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ച് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഈ പഞ്ചാബിനെ സംബന്ധിച്ച് ജമ്മുവും ഉറിക്കും പിന്നാലെ പാകിസ്ഥാൻ വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്ന മേഖലയിലും പഞ്ചാബിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുൽത്താൻപൂർ ലോധി, അതുപോലെ തന്നെ ഗുർദാസ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വന്ന് പതിച്ചതും സൈന്യം അത് തകർത്തിന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പകർത്തിയിരുന്നു. എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള ആളുകളുടെ ഒരു മനോവീര്യം തന്നെയാണ്. അതിജീവിക്കുന്നതിന് വേണ്ടി അവർ നടപ്പിലാക്കുന്ന പലതരത്തിലുള്ള പദ്ധതികൾ, അവരുടെ പ്രതികരണങ്ങളോട് നമ്മളത് വായിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത്. പൂർവികർ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങൾ അതിജീവിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഇതൊക്കെ തന്നെ അതിജീവിക്കുമെന്ന് പഞ്ചാബികൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ്.